റെഡി 1 2 3 4. അതെ, ഞാൻ കൊണ്ടുവന്ന കേസ് ആയതുകൊണ്ട് ഭംഗി വാക്ക് പറയണമെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ, മോഹിനി. ഞാൻ സുന്ദരിയല്ലേ ഏട്ടാ? പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നോ ഭ്രാന്ത്? പിന്നെ പള്ളി പെരുന്നാളൊന്നും അല്ലടാ. ഡൽഹി പഠിക്കാൻ പോയ ഇവിടുത്തെ തമ്പുരാട്ടി പെങ്കൊച്ച് വരുന്ന. അയ്യേ, ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെങ്കൊച്ച്? ചെറുപ്പത്തിലേ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞു. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവന്റെ ഒരു സത്യം പറച്ചില്ല. പിന്നെ സാർ വേറെ ഐറ്റം കൂടി ഉണ്ട്. ലുക്ക്, അതെന്താണ്? ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. വണ്ടി മരവണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് വയറ് ചിരിച്ചു ചിരിച്ചു വേദന. ചേട്ടാ, ബാലകൃഷ്ണ ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ആലോചിക്കരുത്, ദൈവം നമുക്ക് ഇത്രയോ സൗന്ദര്യം വാരിക്കോരി തന്ന എന്തിനാണെന്ന്. പറമ്മ അത്രയ്ക്ക് സുന്ദരിയാ. പിന്നെ ഒറ്റ പ്രാവശ്യം നോക്കി അത് കണ്ണടിച്ചു. അയ്യോ, എന്റെ കാഴ്ച പോയി. ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവ. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? വാട്ടല്ല വട്ട്, വായിക്ക് തീർക്കില്ല. ഇന്നലെ ഞാൻ സ്മാള് പോയിക്കൊണ്ടുവന്ന പേപ്പറാണ്. 20 വയസ്സ് ഇളം പെണ്ണെ കാണവില്ല. ഇത് അവളല്ലേ? പ്രാന്താശുപത്രി പുറത്ത് ചാടിയതാ. എടോ, ആളെങ്ങനെ? ഇങ്ങനെ തന്നെ. അതല്ല, കുഴപ്പക്കാരിയൊന്നുമല്ലല്ലോ. പത്തരമാറ്റ് തങ്കം. എങ്ങനെ ഇരിക്കണം? ഈ ഉണ്ണിത്തരൊരു മകളുണ്ടാ? ഉണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഒരു പപ്പട മോറി. ഞാൻ അവളുടെ മുഖത്ത് മാത്രം നോക്കിയിട്ടില്ല. എന്നാ ഇത് അവള് തന്നെ സംശയമില്ല. ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഒരെണ്ണം വിട്ട് കേട്ടാ. ചെറുക്കൻ കണ്ടാലേ അറിയാം, നല്ല ചിക്ലിയുള്ള വീട്ടിലെ പയ്യനാണ്. ഇങ്ങനെയൊക്കെ തന്നെ ഞാനും ആദ്യം വിചാരിച്ചു. ഇതെന്താണ് രോമാഞ്ച സ്റ്റൈല? തല കുത്തിപ്പിടിച്ചാൽ കക്കൂസ് കഴുകുന്ന ബ്രഷ് ആയിട്ട് ഉപയോഗിക്കാം. പിച്ചക്കാരൻ നന്നായിട്ട് അഭിനയിക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്ന പിച്ചക്കാരൻ അഭിനയിക്കല്ല, ജീവിക്കും. നിനക്ക് നിനക്ക് എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. മുടിയുടെ സ്റ്റൈൽ കളയാനായിട്ട് എവിടെ കിട്ടണോ? വെള്ളം പൂശി രാവിലെ ഇറങ്ങിക്കോളൂ. കുഴിമാടത്തി എനിക്ക് ഇവന് ഒട്ടും പിടിച്ചിട്ടില്ല. ഇപ്പം വരും, കണ്ടോണേ. ഇപ്പം വരും, ഇവിടെ നിന്ന് പുക വരും. പുക വരും, അപ്പം മറ്റേ ഭൂതം വരും, കണ്ടോണേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലകൃഷ്ണ? ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, എല്ലാ പെണ്ണുങ്ങളെയും കൊതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും.
ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം. എന്താ അതിന്റെ പ്രശ്നം? ഓക്കെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. എന്നും ശാരദ എന്റേതായിരിക്കണമെന്ന് എനിക്ക് ആശയില്ല. ഞാൻ തുറന്നു പറയുകയാണ്, ഒരേ ഒരു ദിവസം. അപ്പൊ കുറെ ഉണ്ടല്ലോ സാറേ. അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ കുറച്ച് 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 കുറച്ച്. അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ? നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കഴപ്പ്. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടന്റെ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ ലൈൻ. പുറകെ നടന്ന പെണ്ണ് വളഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഞ്ഞുഞ്ഞിന് ത്രില്ല് പോകും. ത്രില്ല് പോയ പെൺകുട്ടികളിൽ ഏറ്റവും അവസാനത്തെ കമല. 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടെ. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ദേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. കണ്ടോടാ, ഞാൻ എവിടെ ചെന്നാലും പെമ്പിള്ളേർ അവിടെ എത്തും. ഞാൻ എത്തിക്കാനാ. നീ ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്നാ മതി. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. എന്താടാ പട്ടി? പോടാ പട്ടി. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ നാണാവില്ലേ കോന്തന്മാര്? ആ പൗഡറൊക്കെ തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞത്. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്. നീയൊക്കെ വിചാരിച്ചാൽ ഏതാണിനെയും വളയ്ക്കാന്നും കറക്കിയെടുക്കാന്നോ ഉണ്ടാവും. നിങ്ങളുടെ തൊലിവെളുപ്പും തുടിപ്പൊക്കെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ ഒരുപാട് കോന്തന്മാരുണ്ടാവും. പക്ഷെ മിസ്റ്റർ കുരുവിളയെയും SP ഒന്നും അതിന് കിട്ടില്ല. പോട്ടെ.